കാൻഡയിൽ പി ആറിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. ബട്ട് എക്സ്പ്രസ് എൻട്രികളുടെ സ്കോർ 500+ ആയിട്ട് ഹൈ ആയിട്ട് നിൽക്കുന്നു. നെഗറ്റീവ് അടിച്ച് നിൽക്കല്ലേ നിങ്ങൾ. ഇന്ന് കാൻഡയിൽ നിന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതും ഒരു എക്സ്പ്രസ് എൻട്രി ഡ്രോ. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജേണി ഓഫ് റോസ്. വീഡിയോ കാണാം. ഇന്നത്തെ എക്സ്പ്രസ് എൻട്രി ഡ്രോ ഒരു PNP ഡ്രോ ആയിരുന്നു, പ്രൊവിഷ്യൽ നോമിനി പ്രോഗ്രാം കാറ്റഗറി. അതിൽ 825 ഇൻവിറ്റേഷൻസ് ആണ് കൊടുത്തത്. അതുപോലെ തന്നെ കട്ട് ഓഫ് സ്കോർ വരുന്നത് 764 764. ഞാൻ ഈ ഡ്രോ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം, നമുക്കുള്ള ജോബ് ഓഫർ പോയിൻറ്റ്സ് 50 അല്ലെങ്കിൽ 200 പോയിൻറ്റ്സ് ഇതുവരെ നമുക്ക് ജോബ് ഓഫറിന് അത്രയും പോയിൻറ്റ്സ് കിട്ടുമായിരുന്നു നമുക്കത് കാണിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ എക്സ്പ്രസ് എൻട്രിയിൽ പലരുടെയും സ്കോർ 500+ ആയിരുന്നു. 500+ എന്ന് പറയുമ്പോൾ നമ്മുടെ അതർ മെച്ചോറിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് അത്ര സ്കോർ വരുന്നില്ല. ഒരു 450 to 500 റേഞ്ചാണ്. പക്ഷേ ജോബ് ഓഫർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെ LMI ജോബ് ഓഫേഴ്സ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ 50 200 പോയിൻറ്റ്സ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുമായിരുന്നു. അഡീഷണൽ പോയിൻറ്റ്സ് അത് റിമൂവ് ആക്കി. അതിനുശേഷമുള്ള ഫസ്റ്റ് ഡ്രോ ആണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. എക്സ്പ്രസ് എൻട്രി ഡ്രോ CRS കട്ട് ഓഫ് സ്കോർ ഈ 500 വരുന്നത് അത് കുറഞ്ഞ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി റെഗുലറായിട്ട് എക്സ്പ്രസ് എൻട്രി ഡ്രോസ്, CEC ഡ്രോസ് ഇല്ലെങ്കിൽ കാറ്റഗറി ബേസ്ഡ് ഡ്രോസ് കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് വിളിക്കുകയാണെങ്കിൽ ഈ 2025 തന്നെ നിങ്ങളുടെ വിളിക്കുന്ന സ്കോറ് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇന്നത്തെ ഈ ഡ്രോയിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 500 മേലെ പോയിൻറ്റ്സ് ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ വലിയ രീതിയിൽ വൈപ്പായിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അത് ഇനി അടുത്തടുത്ത ഡ്രോസിൽ നിങ്ങൾക്ക് നോട്ടബിളായിട്ട് കാണാം. അതിൻ്റെ എണ്ണം കുറയുന്നു, CRS സ്കോർ കുറയുന്നത്. ഇത് ചുമ്മാ ഒരു പ്രഡിക്ഷൻ ആയിട്ട് പറയുന്നതല്ല. റെഗുലറായിട്ട് ഡ്രോസ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 2025 തന്നെ നിങ്ങൾക്ക് 500 താഴോട്ട് CRS സ്കോർ കുറയുന്നത് കാണാൻ പറ്റും. ഇഷ്ടംപോലെ ആൾക്കാർ PR കിട്ടാതെ തിരിച്ചു പോകുന്ന കേസുകൾ കാനഡയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ അവരുടെ ഓപ്പൺ വർക്ക് പെർമിറ്റ് തീരുന്നതിൻ്റെ ഉള്ളിൽ അവർക്ക് PR കിട്ടാൻ പറ്റുന്നില്ല. അതിനുവേണ്ടി പല വഴികൾ ട്രൈ ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു കാര്യം പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ എക്സ്പ്രസ് എൻട്രിയിൽ എങ്ങനെ സ്കോർ കൂട്ടാം, കുറേ വീഡിയോസെല്ലാം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ IELTSൻ്റെ സ്കോർ മാക്സ് ചെയ്യാൻ നോക്കുക. പിന്നെ ഫ്രഞ്ച് അഡീഷണൽ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സ് തന്നെ എനിക്ക് അറിയുന്ന കുറേ പേരുണ്ട്, അവർ ഓൾറെഡി ഫ്രഞ്ച് പഠിക്കുന്നുണ്ട്. ഫ്രഞ്ചിൻ്റെ ഡ്രോസ് കൂടുന്നു, പോയിൻറ്റ്സ് CRS കട്ട് ഓഫ് സ്കോർ കുറവാണ്. അതുകൊണ്ട് ഫ്രഞ്ച് ഓൾറെഡി കുറച്ച് അറിയുന്ന ആൾക്കാർ അത് പഠിക്കുന്നത് എനിക്കറിയാം. അത് എൻ്റെ ഫ്രണ്ട്സ് തീരെ ഫ്രഞ്ച് അറിയാത്തവരും അത് ട്രൈ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള വഴി PNP ഓപ്ഷൻ അത് നോക്കുന്ന ആൾക്കാരുണ്ട്, അത് ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു PNP വഴി കയറിയിട്ട് ആ സ്കോർ വെച്ചിട്ട് PRന് വേണ്ടി നോക്കുന്ന ആൾക്കാരുണ്ട്. വർക്ക് എക്സ്പീരിയൻസ് അതും പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇൻ ഡിമാൻഡ് സെക്ടറിലാണെങ്കിൽ നിങ്ങൾ കാറ്റഗറി ബേസ്ഡ് ഡ്രോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത് ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള സെക്ടറിൽ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാത്ത് വേ ഓപ്പൺ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. IELTSൽ മാക്സിമം പോയിൻറ്റ്സ് നോക്കുക, മാക്സിമം CRS സ്കോർ എടുക്കാൻ തന്നെ നോക്കുക. നമ്മൾ ഡ്രോ വിളിക്കുമ്പോൾ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു പോയിൻറ്റിനെല്ലായിരിക്കും നിങ്ങൾ ഡൗൺ ആയിരിക്കുക. അപ്പോൾ മാക്സിമം പോയിൻ്റ് എടുക്കുക. എത്രയും കൂടിയിട്ടുണ്ടെങ്കിൽ ഡ്രോസ് CRS കട്ട് ഓഫ് സ്കോർ കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് PR കൂടുതൽ ചാൻസ് ഉണ്ടാവും. എത്രയാളും ഈ വീഡിയോയിൽ ഞാനൊരു പോസിറ്റീവുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അതിനുള്ള റീസൺ ഇന്നത്തെ ഈ ഡ്രോ ആണ്. നമ്മളത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് തെളിയുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ PR റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്ലസ് ജോലി ഫൈൻഡ് ചെയ്യുന്നത്, അഡീഷണൽ ആയിട്ട് 2-3 വീഡിയോസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട്. ആ വീഡിയോ കാണാൻ നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ടോപ്പിക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജേണി ഓഫ് റോസ്.